ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് യൂട്യൂബിൽ തരംഗമായിരുന്ന അല്ലെങ്കിൽ കോളിളക്കം സൃഷ്ടിച്ചെന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഐറ്റമായ ചോക്ലേറ്റ് മാഗിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കവർ മാഗി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് വേണ്ട, അതെടുത്ത് ദൂരെ എറിയുക. ശേഷം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പാക്കറ്റ് മാഗി വേവാൻ ഈ വെള്ളം തന്നെ ധാരാളം. ശേഷം വെള്ളം ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് മാഗി ഇട്ട് കൊടുക്കാം. മാഗിയുടെ വേവിനെക്കുറിച്ചും അതിനെക്കുറിച്ച് ആരോടും പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാഗി എങ്ങനെയാണ് വേവിച്ചെടുക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പ്രസക്ത ഭാഗങ്ങൾ നമ്മളിവിടെ ഒഴിവാക്കുകയാണ്. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മാഗിയിലെ വെള്ളമെല്ലാം വറ്റി മാഗി കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് വെന്ത് പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ മാഗി ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അതിനായിട്ട് ഇവിടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അത്ര നമുക്ക് വേണ്ട, കഴിക്കുന്നതിൻ്റെ കിളി പോകും. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തെടുക്കുക. ശേഷം അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പാൻ 2 3 അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ ധാരാളമായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ശേഷം അതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ തന്നെ 40 രൂപ പാക്കറ്റാണ്. ഇനി അതിൻ്റെ ആ ഒരു ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയതിന് ശേഷം നമുക്കിത് മെൽറ്റായ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഇടയ്ക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടി നമുക്ക് ഈ ചോക്ലേറ്റും കൂടി ഒന്ന് അലിയിച്ചെടുക്കാം. അങ്ങനെ വളരെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച മാഗി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഏകദേശം ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം തേങ്ങ വിതറാം. ഈ അളവിൽ തന്നെ 3-4 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. ചെറു ചൂടോടുകൂടി കഴിച്ചില്ലെങ്കിൽ മത്തനായി പോകും. അതുകൊണ്ട് തന്നെ ഒരല്പം ചൂടോടുകൂടി വേണം നമുക്കിത് കഴിക്കാൻ. അതുപോലെ തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അതുപോലെ നന്ദി, നമസ്കാരം.